ഇനി മറ്റൊന്നാണ് ഓഷ്യൻ തെർമൽ എനർജി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓഷ്യൻ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ പിന്നെ കടലിൻ്റെ കടലിൻ്റെ മേൽഭാഗം അടിഭാഗം തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ്, കടലിൻ്റെ മേൽഭാഗം അടിഭാഗം തമ്മിൽ എന്തുണ്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിൽ അമോണിയാണ് നിറയ്ക്കുക. എന്താ നിറയ്ക്കുക? ഇതിൽ ഈ സാധനത്തിൽ അമോണിയ നിറയ്ക്കും. ഓക്കെ, അമോണിയൻ്റെ പ്രത്യേകത ഇത് ചെറിയ ടെമ്പറേച്ചർ തന്നെ എന്തായി പോകും, ഇവാപ്പറേറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂബിൽ അമോണിയാണ് നിറച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പമ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് കടലിൻ്റെ 1 കിലോമീറ്റർ 1000 മീറ്റർ താഴെ നിന്നുള്ള തണുത്ത വെള്ളം എന്ത് ചെയ്യും, ഇങ്ങനെ പമ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പമ്പ് ചെയ്യും, ഈ കണ്ടൻസറിന് ചുറ്റും ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്തുന്ന ഈ ഭാഗത്തിലെത്തുന്ന നല്ല തണുത്ത വെള്ളം ഉണ്ടാവും, കാരണം തണുപ്പിച്ചിട്ടുണ്ട്. താഴേ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്തിട്ട് ആ ഭാഗത്ത് വെള്ളത്തിനെ നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട് അല്ലേ. ആ തണുത്ത വെള്ളത്തിന് ഇവിടുന്ന് ഒരു പമ്പ് വെച്ച് മേലോട്ടേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റും. ഓക്കെ, എന്നാൽ വെള്ളത്തിൻ്റെ സർഫസിൽ സീ വാട്ടർ ഏതാണ് 26 ഡിഗ്രി ചൂടുണ്ടാവും അറൗണ്ട്. ഓക്കെ, ഈ 26 ഇപ്പം നമ്മളെ സാധാരണ വെള്ളമാണെങ്കിൽ തിളയ്ക്കണമെങ്കിൽ എത്ര വേണം, 100 ഡിഗ്രി ടെമ്പറേച്ചർ വേണം അല്ലേ. പക്ഷേ ഈ അമോണിയ പോലത്തെ സാധനം എളുപ്പം എന്ത് ചെയ്യും, ബാഷ്പീകരിക്കപ്പെടും, എളുപ്പം ഇവാപ്പറേറ്റ് ആവും, ചെറിയ ടെമ്പറേച്ചർ മതി. അപ്പോൾ ഈ പൈപ്പിലുള്ള തണുത്ത അമോണിയ വെള്ളത്തിൻ്റെ സർഫസിലേക്ക് എത്തുമ്പോൾ ഈ സർഫസിലെ ചൂട് കൊണ്ട് പതുക്കെ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ആവും. അങ്ങനെ ഓക്കെ, ഈ ഇവാപ്പറേറ്റ് ആയിട്ടുള്ള അമോണിയാണ് ഇതിലൂടെ പോവുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തുക. ഇത് ഇവാപ്പറേറ്റ് ആയിട്ടുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള അമോണിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് കൊണ്ട് ഈ ടർബൈൻ കറങ്ങും. ഈ ഇവാപ്പറേറ്റ് ആയിട്ടുള്ള അമോണിയ കൊണ്ട് ടർബൈൻ കറങ്ങും. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചൂടുള്ള വേപ്പർ അവിടെ എത്തുക. ഓക്കെ, ആ വേപ്പറിനെ പിന്നെയും തണുപ്പിക്കണം. അതിനാണ് എന്ത് ചെയ്യും, കടലിൻ്റെ അടിഭാഗത്തുള്ള വെള്ളം, തണുത്ത വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യും, ഈ ഇതിന് ചുറ്റും പമ്പ് ചെയ്യും, ഈ കണ്ടൻസറിന് ചുറ്റുമാണ് എന്ത് ചെയ്യുക, പമ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വെള്ളം എന്ത് ചെയ്യുക, അവിടുന്ന് തണുക്കും. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ കണ്ടൻസറിന് ചുറ്റും, കണ്ടൻസറിൻ്റെ നടുവിലാണ് ഈ വെള്ളം ഒഴുകുക. ഓക്കെ, അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, തണുത്ത വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പോൾ കണ്ടൻസറിലെത്തുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം തണുക്കും. ഓക്കെ, ആ തണുത്ത വെള്ളത്തിലെ പിന്നെ മേലേക്ക് പമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം ചൂടാവും. ഓക്കെ, ആ വെള്ളം ആവിയായിട്ട് ടർബൈൻ കറങ്ങും, താഴെ എത്തുമ്പോൾ പിന്നെയും തണുപ്പിക്കും. ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, അപ്പോൾ എന്താണ്, ഒരു 2 മീറ്റർ ഡെപ്തിലേക്ക് പോകുമ്പോഴത്തേക്ക് തന്നെ ടെമ്പറേച്ചർ 20 കെൽവിനൊക്കെ എന്തുണ്ട്, വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതാ പറയുന്നത്, ആ ഒരു ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പേര് എന്താണ്, പിന്നെ ഒട്ടാക്ക് എന്നാണ് പറയുക അല്ലെ, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പവർ പ്ലാന്റ്. ഓക്കെ, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ ആണ് ഒട്ടാക്ക്. അതേപോലെ മറ്റൊന്നാണ് ജിയോ തെർമൽ എനർജി. ഭൂമിൻ്റെ അടിയിൽ ചില ഭാഗത്ത് ഭൂമിൻ്റെ കോറ് എന്തായിരിക്കും, വളരെ വീക്കായിരിക്കും. ഓക്കെ, ഈ കോറ് വീക്കായിട്ടുള്ള സ്ഥലത്ത് ഇത് ഭൂമിൻ്റെ കോറ് പൊട്ടിച്ചുകൊണ്ട് പുറമേക്ക് എന്ത് ചെയ്യും, ആ മോൾട്ടൺ ആയിട്ടുള്ള മാഗ്മയും ലാവയൊക്കെ എന്ത് ചെയ്യും, പുറത്തു വരും. ഓക്കെ, ഭൂമിയുടെ കോറ് ലേശം കട്ടി വരുന്ന ഭാഗത്ത് ഈ മാഗ്മ എന്ത് ചെയ്യും, ചൂടുള്ള തിളച്ച മാഗ്മ പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ ചുട്ട് തിളയ്ക്കുന്നുണ്ടാവും, തിളച്ച് മറയുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവും ആ ഭാഗത്ത്. അപ്പം അങ്ങനത്തെ റീജിയൻ, അങ്ങനത്തെ ഭൂമിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവില്ല, അപൂർവം ഭാഗങ്ങളിലേ ഉണ്ടാവും. അങ്ങനെയുള്ള ഭാഗത്ത് നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുക. ഹോട്ട്സ്പോട്ട് ഈ എന്താണ്, വീക്കായിട്ടുള്ള കോറുള്ള എന്ന് പറഞ്ഞാൽ അധികം കട്ടിയില്ലാത്ത കോറുള്ള ചില ഭൂമിൻ്റെ ഭാഗങ്ങളിൽ ഈ കോറ്, ഭൂമിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കോറെന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഈ കോറ് കട്ടി വരുന്ന ഭാഗത്ത് ആ ഒരു ഈ മാഗ്മ പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചുറ്റുള്ള ഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ടാവും. അങ്ങനത്തെ ഭാഗത്ത് നമ്മളെന്ത് വിളിക്കുക, ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുക. ഓക്കെ, ഈ ഹോട്ട്സ്പോട്ടിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് നമ്മൾ, കാരണം പിന്നെ നമുക്ക് പരിപാടിയൊന്നുമില്ല, ആകെ വരേണ്ടത് ഒരു പൈപ്പ് താഴോട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പൈപ്പ് കൂടെ ചൂടുള്ള ആവി ഇങ്ങനെ മേലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ ആവി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടർബൈൻ കറക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കുറേ കഴിയും അല്ലേ.
വറ്റിപ്പോവും. അത് പരിഹരിക്കാൻ വേണ്ടി തണുത്ത വെള്ളം ഈ വെള്ളം തണുപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ടർബൈൻ കറക്കി കഴിഞ്ഞാൽ ആ വെള്ളം തണുപ്പിക്കും. ഓക്കെ, എന്നിട്ട് ആ വെള്ളത്തിനെ പിന്നെ എന്ത് ചെയ്യും, താഴേക്ക് തന്നെ പമ്പ് ചെയ്ത് കൊടുക്കും, ഭൂമിയിലേക്ക് തന്നെ. അപ്പോൾ എന്ത് ചെയ്യും, ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ സ്റ്റോക്ക് തീരാണ്ട് അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട്സ്പോട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഇത് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിൽ എന്തില്ല, ഹോട്ട്സ്പോട്ട് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത് വളരെ ചിലവ് കുറവുള്ളതാണെങ്കിലും ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോട്ട്സ്പോട്ട് കണ്ടെത്തുക എന്നുള്ള ടാസ്ക്കാണ് നമ്മുടെ മുമ്പിലുള്ള മെയിനായിട്ടുള്ള പ്രശ്നം. ഓക്കെ, ഈ ന്യൂക്ലിയർ എനർജി എന്നുള്ളതാണ്. ന്യൂക്ലിയറിൻ്റെ രണ്ട് പ്രോസസ്സുള്ള ന്യൂക്ലിയറിൻ്റെ എനർജി ഉണ്ടാക്കാനുള്ള, ഒന്ന് ചെറിയ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഓക്കെ എന്തായിട്ട് മാറുക, വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുക. ഓക്കെ, ഇതിന് നമ്മളെന്ത് വിളിക്കുക, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുക. ഈ സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ധാരാളം എനർജി എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഓക്കെ, ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാലോ, ഒരു വലിയ ന്യൂക്ലിയസ് എന്താവുക, ഡിവൈഡായിട്ട് ചെറിയ രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറുക, രണ്ടോ മൂന്നോ. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ ആരും ഉണ്ടാവും, എനർജി ഉണ്ടാവും. ഇത് നമ്മൾ എന്താ വിളിക്കുക, ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ്റെയും ഫ്യൂഷൻ്റെയും സിമ്പിളായിട്ട് ഡെഫിനിഷന്. ഫിഷൻ എന്ന് പറഞ്ഞാൽ വലിയ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവും, അപ്പോൾ ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആ പ്രോസസ്സിൽ എനർജി റിലീസ് ചെയ്യപ്പെടും. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവും, ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആ പ്രോസസ്സിലും എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഫിഷൻ ഉപയോഗിക്കുന്ന ഒന്ന് ആറ്റം ബോംബിലാണ്, ആറ്റം ബോംബ്. പിന്നെന്താണ് ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, ഫ്യൂഷൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്, സ്റ്റാറുകളിലാണല്ലോ. നിലവിൽ ഭൂമിയിൽ ഫ്യൂഷൻ ഉപയോഗിക്കേണ്ട സെറ്റപ്പ് ഒന്നുമില്ല. കാരണം ഇതെന്ത് വേണം, ഇതിന് വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറും വളരെ ഹൈ ആയിട്ടുള്ള പ്രഷറും വേണം. ഓക്കെ, അത്രയും ടെമ്പറേച്ചറും പ്രഷറും ഭൂമിയിൽ ഉണ്ടാക്കൽ പ്രാക്ടിക്കൽ ഇല്ലാത്തതിനാൽ ഭൂമിയിൽ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും, ആ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നില്ല. ഇത് സ്റ്റാറിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇതിൻ്റെ എനർജി ചേഞ്ച് എന്ന് നോക്കണേ. ഇവിടെ ചെയ്യാന്ന് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ട് വെള്ളം ചൂടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ രണ്ട് രീതിയിൽ വെള്ളം ചൂടാക്കുന്നത് പഠിച്ചിട്ടുണ്ട്. ഒന്ന് തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ നാഫ്ത, കൽക്കരി പോലത്തെ കോള് പോലത്തെ ഫ്യൂൽ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കും. പിന്നെ സോളാർ തെർമൽ പവർ പ്ലാന്റിൽ സൺലൈറ്റ് ഉപയോഗിച്ച് വെള്ളം ചൂടാക്കും. എന്നാൽ ഇവിടെ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ട് വെള്ളം ചൂടാക്കും. ഓക്കെ, അപ്പോൾ അതാ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി എന്താണ്, പിന്നെ ഈ ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ റേഡിയേഷനെ കുറിച്ച് നമുക്ക് വാർണിംഗ് തരുന്ന എന്താണ് ചിഹ്നമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ന്യൂക്ലിയർ ഹസാർഡിനെ നേരിടാനുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഇനി റിന്യൂവബിൾ എനർജി സോഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന തോറും തീർന്നു പോവാത്ത എനർജികളാണ്. അല്ല, സൺലൈറ്റ് പോലത്തെ വിൻഡ് പോലത്തെ എനർജികളാണ് റിന്യൂവബിൾ എനർജീസ്. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെ നമ്മൾ ഗ്രീൻ എനർജി എന്നാണ് പറയുക. ഗ്രീൻ എനർജി, റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ടുള്ള സൺലൈറ്റ്, മഴയിൽ നിന്നുണ്ടാകുന്ന ഊർജം, അതേപോലെ കാറ്റിൽ നിന്നുണ്ടാകുന്ന എനർജി, ഇതൊക്കെ എന്താണ്, റിന്യൂവബിൾ ആണ് അല്ലേ, ഉപയോഗിച്ചാലും തീർന്നു പോകില്ല. അപ്പോൾ അങ്ങനത്തെ എനർജികൾ എന്ത് വിളിക്കുക, റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഈ സാധനങ്ങൾ നമുക്ക് എന്തുണ്ടാവാറില്ല, പൊല്യൂഷൻ ഉണ്ടാക്കാറില്ല. ഓക്കെ, അതേപോലെ അങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത എനർജികൾ എന്ന് വിളിക്കുക, ഗ്രീൻ എനർജി എന്ന് വിളിക്കുക. എല്ലാ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജി എന്താണ്, ഗ്രീൻ എനർജിയാണ്. ഓക്കെ, അതേപോലെ ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്ന എനർജികളാണ് എന്ത്, ബ്രൗൺ എനർജി. അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്ന എനർജി സോഴ്സുകളാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്നതാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. ഫോർ എക്സാമ്പിൾ എന്താണ്, പെട്രോളിയം ഉപയോഗിക്കുന്നതോറും ഭൂമിയിലടി കുറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നോൺ റിന്യൂവബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ പെട്രോളിയം നമ്മൾ ചൂടായി കഴിയുക, അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നം ഉപയോഗിച്ച് നമ്മൾ കാറിൽ ഉപയോഗിക്കുമ്പോഴും ബൈക്കിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇതിലാണ് പെടുക, അത് ബ്രൗൺ എനർജിയിലാണ് പെടുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഉപയോഗിക്കും തോറും തീർന്നു പോകാത്ത എനർജിയാണ് റിന്യൂവബിൾ എനർജി സോഴ്സുകൾ. അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമൊക്കെ ഗ്രീൻ എനർജിയാണ്. എന്നാൽ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന ഊർജ്ജങ്ങളാണ് നോൺ റിന്യൂവബിൾ എനർജി. അതിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് എന്ത്? ബ്രൗൺ എനർജി. ഇതിനിവിടെ കുറേ സാധനങ്ങൾ കാണാം. സോളാർ സെല്ലുകൾ ഗ്രീൻ എനർജിയാണ്. അറ്റോമിക് റിയാക്ടറിൽ നിന്ന് കിട്ടുന്ന എനർജി എന്താണ്? ബ്രൗൺ ആണ്. കാരണം അത് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നാണ് ന്യൂക്ലിയർ ഫിഷൻ നടന്നിട്ട് അത് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എനർജി രൂപമാണ്. ടൈഡൽ എനർജി എന്ന് പറഞ്ഞാൽ ടൈഡിൽ നിന്ന് ഒരു പ്രശ്നമില്ല, ഗ്രീനാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജം ഗ്രീനാണ്. ഡീസൽ എൻജിൻ ബ്രൗൺ എനർജിയാണ്. വിൻഡ് മില്ല് ഗ്രീനാണ്. തെർമൽ പവർ പ്ലാന്റ് നമുക്കറിയാം കൽക്കരി നാഫ്ത എല്ലാം കത്തിച്ചിട്ടാണ് ഹീറ്റ് ഉണ്ടാക്കുന്നത്. സോ ഇതും ബ്രൗൺ ആണ് അല്ലേ. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഓക്കെ, ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും തമ്മിലുള്ള ഈ ഭാഗം. എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഇറ്റ്സ് അല്ലെ ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി. ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൂടി വരിക. നമുക്കറിയാം നമ്മളെ വീടിൻ്റെ എണ്ണം അല്ലേ എല്ലാം കൂടിക്കൂടി വരികയാണ്. പക്ഷേ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രിസിറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നില്ല അല്ലേ, അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ത് വിളിക്കുക? നമ്മൾ എന്ത് വിളിക്കുക? എനർജി ക്രൈസിസ് എന്ന് വിളിക്കുക. അത് ഒഴിവാക്കാനുള്ള മെത്തേഡുകൾ എല്ലാം ഇവിടെ കുറച്ച് പറയുന്നുണ്ട് അല്ലേ. വേസ്റ്റ് വാട്ടർ കുറയ്ക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക അല്ലേ, കുറച്ചുകൂടി കൺസ്ട്രക്ഷൻ സയൻറ്റിഫിക് മാനറിലാക്കുക. പിന്നെ LED ഒക്കെ രാത്രി റോഡ് സൈഡിലെ ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക് ആക്കുക LDR വെച്ചിട്ട്. മെഷീൻസൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ കുറേ എനർജി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. പുതിയ ഉണ്ടാകുന്ന ബിൽഡിങ്ങിൻ്റെ ഒക്കെ വലിപ്പം ഒരു ലിമിറ്റ് ചെയ്യുക. പല കൺട്രീസിലും അങ്ങനെ ഉണ്ട് നിലവിൽ. പിന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ പോയിന്റുകളിലൂടെ ഒന്ന് കടന്നു പോകുക പരീക്ഷയുടെ മുമ്പായിട്ട്.